2024 നാഷണൽ അവാർഡിന് മമ്മൂക്കയുടെ 4 പടങ്ങളാണ് മത്സരിക്കുന്നത്. നൻപകൽ നേരത്ത് മഴക്കം, റോഷാക്ക്, പുഴു, ഭീഷ്മപർവം. ഈ ഒരു 4 സിനിമകളാണ് നോമിനേഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് നൻപകലും അതുപോലെ തന്നെ പുഴുവുമാണ്. നമുക്കറിയാം, നൻപകൽ ഒരുപാട് അവാർഡുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫിലിം ക്രിറ്റിക്സുകളുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ അനലിസ്റ്റുകളുടെ അടുത്തു നിന്നും വലിയ റിവ്യൂസുകളാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് മുതൽ ഈ ഒരു ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം കഴിഞ്ഞ 24 വർഷമായിട്ട് ഒരു നാഷണൽ അവാർഡ് പോലും മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ ആണ് കഴിഞ്ഞ 24 വർഷം മുന്നെയാണ് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത്. അതിനുശേഷം ഈ കാലയളവിൽ മമ്മൂക്ക നല്ല ഇത്തരം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്നുള്ള ആ ഒരു പേരിൻ്റെ ഗുണം കൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെ ഈ ഒരു 24 വർഷത്തിനുള്ളിൽ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് പോലും കിട്ടാതെ പോയത്. ഇപ്രാവശ്യം ഏതായാലും ഈ ഒരു അവാർഡിൽ എതിരാളി എന്ന് പറയാൻ പറ്റുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കാന്താരയാണ്. ഇത് ആദ്യമായിട്ടായിരിക്കില്ല മമ്മൂക്ക അവസാന റൗണ്ടുകളിൽ എത്തപ്പെടുന്നത്. മമ്മൂക്ക എന്നല്ല, ലാലേട്ടനായാലും ആ ഒരു അവസാന റൗണ്ടുകൾ മലയാളത്തിൽ നിന്നായി മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ഈ ഒരു ഫൈനൽ റൗണ്ടിലേക്ക് എത്താറുണ്ട്. ഈ പ്രാവശ്യത്തെ ഈ ഒരു അവാർഡ് ആര് നേടും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സിനിമ മല്ലു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക്